ആദ്യത്തെ കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ശ്രീവിദ്യ മാഡം അല്ലേ? അതെ, ആരാണ്? ഞാൻ മാഡത്തിന്റെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു. പേരെന്താ? എന്റെ പേര് സുഷമ. ആ, സുഷമ എവിടെന്നാ വിളിക്കുന്നേ? സുഷമ വിളിക്കുന്നത് ഇവിടെ നാട്ടിൽ നിന്നൊക്കെ തന്നെയാണ്. അല്ല, ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയുന്നില്ല. എനിക്ക് മാഡത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൊള്ളാന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പ്രണയിക്കുന്നവരെ പ്രണയത്തിലേക്ക്, അതായത് പ്രണയിക്കാൻ മടിച്ചേക്കുന്നവരെ ഉന്തി വിടുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അതായത് കുറച്ച് ഹസ്കി വോയിസിൽ പറയും, അപ്പോഴേ എനിക്ക് ആ ഒരു ഫീല് കിട്ടും. അതെ അതെ അതെ, എന്റെ ആളുണ്ടല്ലോ, എന്റെ ബോയ് ഫ്രണ്ട്. ഒരു മിനിറ്റ്, അത് ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട് ആണ്. ഇപ്പോഴത്തെ പ്രണയം നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇല്ല, ബോയ് ഫ്രണ്ട് തന്നെയാണ്. ഓക്കെ കുറച്ച് രാത്രികാല സംസാരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷേ സംസാരിച്ച് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കേ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു മോട്ടോർ ഓൺ ചെയ്തൊരു ശബ്ദം. അതെ, അതെ, അതെ. പിന്നീട് ഞാൻ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് പുള്ളി ഒരു 10 മിനിറ്റ്, ഒരു 9-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോ ഇതിനൊരു പ്രതിവിധി എങ്ങനെയെങ്കിലും മാഡത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രണയിക്കുന്നതൊക്കെ സത്യമാണ്, ശരിയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് ഉറങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കണം. കാരണം ഉറക്കം പ്രണയത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യന്റെ സമാധാനവും ഉറക്കവും നശിപ്പിച്ചുകൊണ്ട് ഫുൾ ടൈം അങ്ങോട്ട് കയറി വിളിക്കരുത്. അപ്പോ ഇതിനൊരു പ്രതിവിധി എങ്ങനെയെങ്കിലും മാഡത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രണയിക്കുന്നതൊക്കെ സത്യമാണ്, ശരിയാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് ഉറങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കണം. കാരണം ഉറക്കം പ്രണയത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യന്റെ സമാധാനവും ഉറക്കവും നശിപ്പിച്ചുകൊണ്ട് ഫുൾ ടൈം അങ്ങോട്ട് കയറി വിളിക്കരുത്.